ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് എന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോ നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ് 7ാമത്തെ സീസണുമായി. ഓരോ തവണയും അവതാരകൻ എന്ന നിലയിൽ മോഹൻലാൽ വലിയ ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഷോയിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നതും. ആദ്യമൊക്കെ പഴി കേട്ടെങ്കിലും പിന്നീട് മോഹൻലാൽ എന്ന അവതാരകനെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തവണ പഴിയിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഒരു പ്രമോ പോലും മോഹൻലാലിന്റെ പ്രകടനത്തെ ഗംഭീര രീതിയിലാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. അപ്പോൾ ഇത്തവണത്തെ മോഹൻലാലിന്റെ അവതാരക റോൾ ഞെട്ടിപ്പിക്കുമെന്ന് ഉറപ്പിക്കാം. മോഹൻലാൽ അവതാരകനായി എത്തുന്ന മലയാളത്തിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ബിഗ് ബോസിന്റെ 7ാമത്തെ സീസൺ ആരംഭിക്കാൻ ഇനി 5 ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. 7ന്റെ പണി എന്ന ടാഗ് ലൈനോടുകൂടി എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാത്രി 7 മണിക്കാണ് സംപ്രേഷണം. പ്രൗഢഗംഭീരമായ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ പരിഭവങ്ങളും വ്യക്തമായ നിലപാടുകളും ഒക്കെയായി വ്യത്യസ്ത സ്വഭാവക്കാരായ മത്സരാർത്ഥികൾ ഷോയിലേക്ക് എത്തുകയാണ്. ആവേശം, ത്രിൽ, നാടകീയത, ട്വിസ്റ്റ് എന്നിവയെല്ലാം കൂടിച്ചേരുന്ന ഈ സീസൺ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറയാണ്. ഷോയുടെ ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സീസൺ എത്തുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മറ്റുള്ള മാറ്റങ്ങളും തന്ത്രപരമായ കളികളും അപ്രതീക്ഷിതമായ ടാസ്കുകളും എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ നേരിടുക. കൂടുതൽ കഠിനമായ ടാസ്കുകളും ബുദ്ധിപൂർവമായ നീക്കങ്ങളും ഉയർന്ന നിലവാരമുള്ള മത്സരവും ഈ സീസണിൽ പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രത്യേകത ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായൊരു വീട് ഈ വർഷം മുതൽ ലഭിക്കുകയാണ് എന്നതാണ്. പുത്തൻ ആഡംബര വസതി തന്നെയാണ് ഇതിനായി ഉയർന്നിരിക്കുന്നത്. വിശാലമായ ലോൺ, ഡൈനിങ് ഹാൾ, അത്യാധുനിക സൗകര്യമുള്ള കിച്ചൺ, ആഡംബര ലിവിംഗ് റൂം, മനോഹരമായ ബെഡ്റൂമുകൾ, നിഗൂഢത ഒളിപ്പിച്ച കൺഫെഷൻ റൂം എന്നിവയെല്ലാം ഈ വസതിയിൽ ഉണ്ടാവും. തന്ത്രവും വൈകാരിക നിമിഷങ്ങളും വിനോദ മുഹൂർത്തങ്ങളും എല്ലാമായി ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ത്രില്ലിംഗ് യാത്ര തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30 ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി 9 മണിക്കും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യും. ജിയോ ഹോട്ട്സ്റ്റാറിൽ 24 മണിക്കൂറും ഷോ കാണാനും സാധിക്കും. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് മോഹൻലാലിന്റെ ഇത്തവണത്തെ വ്യത്യസ്തമായ അവതരണ രീതി തന്നെയായിരിക്കും. അതിൽ ഒരുപിടി മാറ്റങ്ങൾ വരുത്തിയാണ് മോഹൻലാൽ ഇത്തവണ എത്തുക. കഴിഞ്ഞ പ്രാവശ്യത്തെ മാറ്റങ്ങൾ വന്ന ദേഷ്യപ്പെടുന്ന മോഹൻലാൽ ഇത്തവണ അതിലും ഗംഭീരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഓരോ പ്രേക്ഷകരും. ഇപ്പോഴേ ഓരോ പ്രൊമോയ്ക്കും അടിയിൽ ആരാധകരുടെ കമന്റുകളും അഭിപ്രായങ്ങളും ഈ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. കൂടാതെ നിങ്ങൾ കരുതാത്ത ചില സർപ്രൈസുകളും ഈ ബിഗ് ബോസ് സീസൺ 7ൽ ഉറപ്പാണ്. കൂടാതെ തന്നെ മോഹൻലാൽ ചില സർപ്രൈസുകൾ നേരത്തെ തന്നെ പൊട്ടിച്ചിരുന്നു. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ പറഞ്ഞത് ഒരു കുഞ്ഞുമിടിക്ക് കൊണ്ടുവരുന്ന കാര്യമൊക്കെയാണ്. ഈ ലോഞ്ച് സമയത്ത് അങ്ങനെ ചില സർപ്രൈസുകളും പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പ്രേക്ഷകർ ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് എത്താൻ പോകുന്നത്. മലയാളത്തിൽ തന്നെ ഏറ്റവും റേറ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ്. ബിഗ് ബോസ് വരുമ്പോൾ ഒരു വലിയ റേറ്റിംഗിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അത്രയ്ക്ക് വലിയ ജനപ്രീതിയാണ് ഈ ഷോയ്ക്കുള്ളത്. ഇത്തവണ അത് കുറച്ചുകൂടി കൂടും എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം ഇതുവരെയുള്ള സീസണുകളിൽ ഓരോ സീസൺ വരുമ്പോഴും റേറ്റിംഗ് കൂടുന്നതായി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ മോഹൻലാൽ എന്ന അവതാരകനിൽ വരാൻ പോകുന്ന മാറ്റവും ഷോയുടെ പുതിയ ലുക്കും ഒക്കെ പ്രേക്ഷകരെ അതിശയിപ്പിക്കും.